ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങൾക്കിപ്പം അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഓരോ വർഷത്തെയും 5 സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വീതം അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാനുള്ള ഒരു സമയം ഇപ്പം ഇല്ല. കാരണം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒക്കെ എക്സാമിൻ്റെ ഒരു കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന സ്ഥിതിക്ക് ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കിയിട്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുക. കാരണം ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. കാരണം 4 വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് എങ്ങനെ പോയാലും 60-70 ഉള്ളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല രീതിക്ക് തന്നെ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാമെന്ന് മാത്രമേ നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളൂ ലാസ്റ്റ് മൊമെൻറ്റിൽ. ഓക്കെ, അപ്പോൾ ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 5 സബ്ജക്റ്റിന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ വീഡിയോയിലല്ലാതെ തന്നെ നിങ്ങൾക്ക് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോവുകയാണെങ്കിൽ അവിടെയും കുറച്ചും കൂടി വിസിബിളായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നതായിരിക്കും. പക്ഷേ ചില സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈസ് അതിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം പ്രോബ്ലം പേപ്പറൊക്കെ ആകുമ്പോൾ ഒരുപാട് മുകളിലേക്കും താഴേക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പം ഞാൻ ഈ വോയിസും കൂടി ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റെഗുലേഷൻ്റെ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. 2.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. നമുക്ക് 80 മാർക്കാണ് വരുന്നത്. ഇതിൽ ആൻസർ അറ്റ്ലീസ്റ്റ് 10 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആദ്യത്തെ സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ കിട്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 30 മാർക്ക് അവിടെ കിട്ടും. അല്ല 15ഉം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ സമയം കളയേണ്ട ആവശ്യമില്ല. മാക്സിമം സ്പീഡിൽ മാക്സിമം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 30 മാർക്ക് വരയ്ക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്താണെന്നുള്ളത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഹൂ ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ കൊയേഷൻ. നാലാമത്തത് വാട്ട് ഈസ് എ റെസിപ്രോക്കൽ പ്രോമിസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ഫ്യൂച്ചർ ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ടല്ലോ, അവിടെ ഫ്യൂച്ചർ ഗുഡ്സ് എന്താണെന്നുള്ളതൊന്ന് പഠിക്കുക. ആൻഡ് ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്തിനാണ് അൺസേർട്ടൺ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ്. എന്തിനാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സെയിൽ എന്താണെന്നുള്ള ഓപ്ഷൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യനിൽ ഇംപ്ലൈഡ് വാറണ്ടീസ് ഏതൊക്കെയാണ്, എന്താണ് ഇംപ്ലൈഡ് വാറണ്ടി. പത്താമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡസ് കവീറ്റ് എംറ്റർ. കവീറ്റ് എംറ്റർ എന്താണെന്നുള്ളത് ആ ഒരു വേർഡ് മീനിങ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബയർ ബിവെയർ എന്നുള്ളതാണ്. കാരണം എന്ത് തന്നെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായി ഉണ്ടാവുകയാണെന്ന് വെച്ചാലും വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. 11ാമത്തേൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ റിവൊക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ആക്സെപ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് ആക്സെപ്റ്റൻസ്, എങ്ങനെയാണ് അത് റിവോക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 12ാമത്തേൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. RTP എന്ന് പറയും, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. ഏതൊക്കെയാണ് നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളത്, ട്രേഡ് പ്രാക്ടീസസിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. 13ാമത്തേൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് തന്നെയാണ്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൂ ഈസ് ആൻ ഏജൻറ്റ്. ആരെയാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയ സ്ഥിതിക്ക് ഇത് ഓരോന്നും മാർക്ക് ചെയ്ത് ഇത് തന്നെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മിനിമം 5 ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യണം. 8 ക്വസ്റ്റ്യൻ ഇവിടെ അവൈലബിൾ ആണ്. 8ഉം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതായത് 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം ആൻസർ ചെയ്താൽ മതിയാവും. എങ്ങനെയാണെങ്കിലും ഈ ഒരു പോർഷനിൽ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും മാക്സിമം നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 30 തന്നെ ആയിരിക്കും. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണ് വരുന്നത്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി.
കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. എന്താണ് ഫ്രോഡ് എന്നുള്ളത് എഴുതി വയ്ക്കുക, എന്താണ് മിസ്റെപ്രസെൻറ്റേഷൻ എഴുതുക. രണ്ടും കൂടി കോളം വൈസ് ആയിട്ട് തന്നെ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പഠിച്ചെഴുതുക. ഓക്കെ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ റൂൾസ് റിഗാർഡിംഗ് മൈനേഴ്സ് എഗ്രിമെൻറ്റ്. ഒരു മൈനറുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ റൂൾസാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ഇംപ്ലൈഡ് വാറണ്ടീസ് മെൻഷൻഡ് അണ്ടർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പോൾ ഈ ഇംപ്ലൈഡ് വാറണ്ടി എന്താണെന്ന് ഓൾറെഡി നമ്മുടെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണത്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് കപ്പാസിറ്റി ഓഫ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള വ്യക്തികളുടെ കപ്പാസിറ്റി എന്താണ്. ഹു ആർ ദ പേഴ്സൺസ് നോട്ട് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ദ കോൺട്രാക്റ്റ്. മാത്രമല്ല അങ്ങനെ പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റിൽ നിന്ന്, അതായത് കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വേരിയസ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് നിലവിൽ വരണമെങ്കിൽ എന്തൊക്കെ സോഴ്സുകൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, ആ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യനിൽ ഹു ഈസ് എ കൺസ്യൂമർ, എക്സ്പ്ലെയിൻ ദ വേരിയസ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് വേരിയസ് ആയിട്ടുള്ള റൈറ്റ്സ് കൺസ്യൂമേഴ്സിൻ്റെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിലൊക്കെ ആ ചാപ്റ്റർ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി 3ാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ എഴുതി നമ്മൾ കോൺഫിഡൻ്റ് അല്ല തോന്നുകയാണെന്ന് 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ ഇവിടെ മാർക്ക് കിട്ടില്ല. കാരണം ഇവിടെ തന്നെ പറയുന്നത് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതണ്ടുള്ളൂ. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ കൂടിയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യനാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സും ചോദിക്കാം. ഇവിടെ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സെയിലും അഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. 25ാമത്തെ ക്വസ്റ്റ്യനിലും ഡിഫൈൻ മിസ്റ്റേക്ക്, എന്താണ് മിസ്റ്റേക്ക് എന്ന് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ കോൺട്രാക്റ്റും അഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ അഗ്രിമെൻറ്റും എന്തല്ല, കോൺട്രാക്റ്റ് അല്ല. കാരണം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മളോട് എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻ്റ് ആവാം, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റിലും കോൺട്രാക്റ്റിൻ്റെ എല്ലാ എലമെൻസും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാ എഗ്രിമെൻറ്റും എന്തായി മാറാത്തത്, കോൺട്രാക്റ്റ് ആവാത്തത്. അപ്പോൾ ആ കോൺട്രാക്റ്റിന് വേണ്ടതായിട്ടുള്ള ആ 10 പോയിൻറ്റുകൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി, അങ്ങനെയുള്ള ആ ഓരോ പോയിൻറ്റുകൾ അവിടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിസിനസ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഒരു വർഷത്തിലായാലും 2020 ക്വസ്റ്റ്യൻ പേപ്പറല്ലേ, 21, 22, 23 കൂടി കാണുമ്പം വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിൽ എന്തൊക്കെയാണ് ഇനി വരാൻ സാധ്യതകളുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അതിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കണ്ടുപിടിച്ച് പഠിച്ചോളുക. ഓക്കെ, താങ്ക് യു.